ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ ഓൺ ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി രാവിലെ പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അറ്റ് ദ എൻഡ് 166 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. US ചൈന ട്രേഡ് സെഷൻസൊക്കെയാണ്. പിന്നെ ടാറ്റ, ഇൻഫോസിസ് എന്നീ കമ്പനികളിലെ ഫോളോ ആണ് നിഫ്റ്റി താഴോട്ട് പോകാനുള്ള കാരണം. 166 പോയിൻറ്റ്സ് കുറഞ്ഞ് 24,890 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,000 താഴെ ഇന്ന് നിഫ്റ്റി പോയി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 54,976 നയിക്കുമ്പോൾ 145 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 57,555 ക്ലോസ് ചെയ്യുമ്പോൾ 368 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 102 പോയിൻറ്റ്സ് കുറഞ്ഞ് 17,966 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 10.78 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 81,159 ക്ലോസ് ചെയ്യുമ്പോൾ 555 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI എന്നും 5,105 കോടി രൂപയുടെ നെറ്റ് ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. FIയുടെ ഭാഗത്തുനിന്ന് ഇന്ന് കനത്ത സെല്ലിങ്ങാണ് ഉണ്ടായത്. 5,097 കോടി രൂപ നെറ്റ് ബയേഴ്സ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മെറ്റൽ മാത്രമേ ഒന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്ത്. അതിൽ തന്നെ നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഫോള് കണ്ടു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 249 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,758 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,255 ക്ലോസ് ചെയ്തപ്പോൾ 251 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 141 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,247 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,108 ക്ലോസ് ചെയ്യുമ്പോൾ 270 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 112 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,452 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 9,078 ക്ലോസ് ചെയ്യുമ്പോൾ 70 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 34,548 ക്ലോസ് ചെയ്യുമ്പോൾ 446 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1592 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ എന്ന ഗെയിനിൽ ക്ലോസ് ചെയ്തു. 22 പോയിൻറ്റ്സ് ഉയർന്ന് 10,082 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,212 ക്ലോസ് ചെയ്യുമ്പോൾ 34 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 203 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,977 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 7393 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 875 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 785 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി 1,987 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 30 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,890 നിൽക്കുമ്പോൾ 3.56% ലോസാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,890 നിൽക്കുമ്പോൾ 5.27% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,202 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,169 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,056 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 24,890 ക്ലോസ് ചെയ്തത്. ആകെ ഈ ആഴ്ച 436 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത്. 1.72% ലോസാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രിക് ഇന്ന് 1.95% റാലി നടത്തി. ഹീറോ മോട്ടോകോപ്പ് 1.47% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 0.66%, ഹിൻഡാൽകോ 0.62%, ONGC 0.48%, ഭാരതി എയർടെൽ 0.23%, മാരുതി സുസുക്കി 0.12%, ബജാജ് ഓട്ടോ 0.04% ആൻഡ് സൺഫാർമ 0.01% റാലിയാണ് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ട്രെൻഡ് 3.15% ഫോളോ നടത്തി. പവർ ഗ്രിഡ് 3.03%, ടാറ്റ മോട്ടോഴ്സ് 2.73%, TCS 2.57%, ഏഷ്യൻ പെയിൻറ്റ്സ് 2.17%, NTPC 2.04%, ശ്രീറാം ഫിനാൻസ് 1.99%, സിപ്ല 1.84%, ഡോക്ടർ റെഡ്ഡി 1.76% ആൻഡ് ജിയോ ഫിനാൻസ് 1.68% ഫോളാണ് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ 26 സെപ്റ്റംബറിന് USD ഫോറക്സ് റിസർവ് ഡേറ്റ ഫ്രം ഇന്ത്യ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.